കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എബ്രഹാമിന്റെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും വൈകുന്നു. കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലുന്നതിലുൾപ്പെടെ തീരുമാനമാകാതെ ഇൻക്വസ്റ്റുമായി സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് കുടുംബവും സമരസമിതിയും. കളക്ടറുമായി നടത്തിയ രണ്ടാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. മൃതദേഹവുമായുള്ള സമരത്തോട് യോജിപ്പില്ലെന്ന് എബ്രഹാമിന്റെ സഹോദരൻ ജോണി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം. മൃതദേഹം വെച്ചുള്ള സമരത്തിനില്ല. ഇല്ല. അപ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? കുടുംബം ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുക. കാരണം പിന്നെ മയക്ക് വെടി വെച്ച് ഏതിനെയാണ് മയക്ക് വെടി വെക്കുക? കുറേ എണ്ണങ്ങളുണ്ട്. ഏതാണെന്ന് നമുക്കറിയില്ലോ. മയക്ക് വെടി വെച്ച് കഴിഞ്ഞാലും മയങ്ങി വീണ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇവരെങ്ങനെ എടുത്തുകൊണ്ട് പോകും? പിന്നെ മക്കൾക്ക് ആർക്കെങ്കിലും ജോലി, പിന്നെ നഷ്ടപരിഹാര തുക എത്രയാണെങ്കിൽ അത്. സിനോജ് തോമസ് നൽകും വിവരങ്ങൾ. സിനോജ്, കളക്ടറുമായി നടത്തിയ രണ്ടാം വട്ട ചർച്ചയും പരാജയപ്പെട്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്താണ് കുടുംബത്തിന്റെ നിലപാട്? ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും ഉൾപ്പെടെ വൈകുകയാണല്ലോ. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 4 മണി ആകുന്ന സമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും എബ്രഹാമിൻ്റെ ബന്ധുക്കൾ കക്കയത്തേക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. അവർ പറയുന്നത് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇറങ്ങിയ ശേഷം മാത്രം ഇൻക്വസ്റ്റ് നടത്തിയാൽ മതി, എന്നാൽ മാത്രമേ ഇൻക്വസ്റ്റ് നടത്താൻ സഹകരിക്കുകയുള്ളൂ എന്നാണ് എബ്രഹാമിൻ്റെ മകനും സഹോദരനും പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇന്ന് കോഴിക്കോട് നഗരത്തിലുണ്ടായിരുന്നു. കളക്ടറുമായി 2 വട്ടം ചർച്ച നടത്തി. പക്ഷേ കളക്ടർ ഈ ഉത്തരവിറക്കാൻ തയ്യാറായില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കളക്ടർ നിലപാട് സ്വീകരിച്ചത്. അതിനെതിരെ പ്രതിഷേധവുമായി UDFിൻ്റെ നേതാക്കളും വിവിധ കർഷക സംഘടനകളുടെ നേതാക്കളും രംഗത്ത് വരികയും ദേശീയപാത ഉപരോധിക്കുകയും ചെയ്തിരുന്നു. 15-ലധികം വരുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള കക്കയത്തു നിന്ന് വന്ന നാട്ടുകാർക്ക് തന്നെ ആ പ്രദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇങ്ങനെ ഒരു ഉത്തരവ് ലഭിക്കാതെ ഇനി ഇൻക്വസ്റ്റ് നടത്തേണ്ട എന്നൊരു തീരുമാനത്തിലാണ് കുടുംബാംഗങ്ങളുള്ളത്. അല്പസമയത്തിനകം തന്നെ താമരശ്ശേരി ബിഷപ്പ് കക്കയത്തെത്തും. തുടർ സമരപരിപാടികൾ അവിടെ പ്രഖ്യാപിക്കുമെന്നാണ് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. വിനീത, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.